നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മോഷണക്കുറ്റം ആരോപിച്ചതിൽ മനം നൊന്ത നാൽത്തടുക്ക സ്വദേശിനി നബീസത്ത് ജസീല ജീവനൊടുക്കിയ സംഭവത്തിൽ ചികിത്സിച്ച ഡോക്ടർ, സുഹൃത്തുക്കൾ ഉൾപ്പെടെ 30ഓളം പേരെ പോലീസ് സംഘം ചോദ്യം ചെയ്തു. വിദ്യാനഗർ ഇൻസ്പെക്ടർ KP ഷൈൻകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. കാറടുക്ക പെരിയടുക്കയിൽ കിണറ്റിൽ വീണ് ചത്തത് 3 വയസ്സുള്ള പെൺപുലി. പുലിയുടെ ജഡം വനം വകുപ്പ് വെറ്റിനറി സർജന്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തി സംസ്കരിച്ചു. കാസർഗോഡ് IIPD സെന്റർ ആദ്യഘട്ടം ജൂണിൽ സമർപ്പിക്കും. തിരുവനന്തപുരം ഡിഫറന്റ് ആർട്ട് സെന്ററിന്റെ മാതൃകയെ ആസ്പദമാക്കി വിപുലീകരിച്ച സംവിധാനങ്ങളാണ് കാഞ്ഞങ്ങാട് മടിക്കയിൽ 22 ഏക്കർ സ്ഥലത്ത് ഒരുങ്ങുന്നത്. KCB പെൻഷനേഴ്സ് കൂട്ടായ്മ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി വൈദ്യുതി ഭവന് മുന്നിൽ ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചു. കർഷക കൂട്ടായ്മയോടും കർഷകരെ ആദരിക്കലോടും കൂടി അരവത്ത് പൂപ്പാണംകുഴി ക്ഷേത്ര ബ്രഹ്മകലശം 2ാം നാളിൽ കർഷക സംഗമം സംഘടിപ്പിച്ചു. കർഷക സംഗമം കേരള പൂരക്കളി അക്കാദമി ചെയർമാൻ K. കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. വസ്ത്രവ്യാപാര രംഗത്ത് പാരമ്പര്യത്തിന്റെ പകിട്ടിൽ തിളങ്ങി നിൽക്കുന്ന ശോഭിക വെഡിങ്സിന്റെ ഹബീബി കം ടു ശോഭിക എന്ന ഈദ് ക്യാമ്പയിന്റെ ലോഗോ ലോഞ്ച് നടന്നു. പൂഴിമണലിൽ ഒരുക്കിയ കളിക്കളത്തിൽ കാൽപന്തുകളി ടൂർണമെന്റിന്റെ കലാശപ്പോരിൽ ബീച്ച് സെവൻസിന്റെ വീറും വാശിയും നിറഞ്ഞതായി. ഒരു ഗോളിന്റെ ലീഡിലാണ് സൂപ്പർ സോക്കർ ബീച്ചാരക്കടവ് ടീം കിരീടം നേടിയത്. വാർത്തകൾ വിശദമായി. മോഷണക്കുറ്റം ആരോപിച്ചതിൽ മനം നൊന്ത് നാൽത്തടുക്ക സ്വദേശിനി നബീസത്ത് ജസീല ജീവനൊടുക്കിയ സംഭവത്തിൽ ചികിത്സിച്ച ഡോക്ടർ, സുഹൃത്തുക്കൾ ഉൾപ്പെടെ 30ഓളം പേരെ പോലീസ് സംഘം ചോദ്യം ചെയ്തു. വിദ്യാനഗർ ഇൻസ്പെക്ടർ KP ഷൈൻകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. സ്വർണ്ണമോഷണക്കുറ്റം ആരോപിച്ചതിൽ മനംനൊന്ത് നാലുത്തടുക്ക സ്വദേശിനി നബീസത്ത് ജസീല ജീവനൊടുക്കിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. യുവതിയെ ചികിത്സിച്ച ഡോക്ടർ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ ഉൾപ്പെടെ 30ഓളം പേരെ പോലീസ് സംഘം ചോദ്യം ചെയ്തു. വിദ്യാനഗർ ഇൻസ്പെക്ടർ KP ഷൈൻകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ജസീലയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഭർത്താവിന്റെ വീട്ടുകാർക്കും അയൽവാസിക്കുമെതിരെയാണ് കുടുംബം വിദ്യാനഗർ പോലീസിൽ പരാതി നൽകിയത്. ഇതിനിടയിൽ വിദേശത്തായിരുന്ന യുവതിയുടെ ഭർത്താവ് അമീർ നാട്ടിലെത്തി. ഇവരെയും ചോദ്യം ചെയ്യുമെന്ന് പോലീസ് വ്യക്തമാക്കി. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ജസീല നാൽത്തടുക്കയിലുള്ള വീട്ടിൽ വെച്ച് എലിവിഷം കഴിച്ചത്. ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വെള്ളിയാഴ്ച മരണപ്പെട്ടു. ബോവിക്കാനം പൗവലിലെ ഭർത്തൃവീട്ടിലാണ് ജസീല താമസിച്ചിരുന്നത്. 9.5 പവൻ സ്വർണം കാണാതായതുമായി ബന്ധപ്പെട്ട് അയൽ വീട്ടുകാർ ജസീലയ്ക്കെതിരെ ആദൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ പോലീസ് അന്വേഷണത്തിൽ ജസീലയ്ക്കെതിരെ തെളിവുകൾ കണ്ടെത്താനായിരുന്നില്ല. ന്യൂസ് ബ്യൂറോ, ചെർക്കള. കാറടുക്ക പെരിയടുക്കയിൽ കിണറ്റിൽ വീണ ചത്തത് 3 വയസ്സുള്ള പെൺപുലി. പുലിയുടെ ജഡം വനം വകുപ്പ് വെറ്റിനറി സർജന്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തി സംസ്കരിച്ചു. കാറടുക്ക പെരിയടുക്കയിൽ കിണറ്റിൽ വീണ് ചത്ത പുലിയുടെ ജഡം വനം വകുപ്പ് വെറ്റിനറി സർജന്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തി സംസ്കരിച്ചു. ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ മാനദണ്ഡ പ്രകാരമായിരുന്നു നടപടികൾ. 3 വയസ്സ് പ്രായമുള്ള പെൺപുലിയുടെ ജഡമാണ് കഴിഞ്ഞ ദിവസം പെരിയടുക്കയിലെ M. ശിവയുടെ വീട്ടുവളപ്പിലെ കിണറ്റിൽ കണ്ടെത്തിയത്. ജഡത്തിന് 2 ദിവസത്തെ പഴക്കമുണ്ട്. പുലിയുടെ ജഡം വിറക് കൂട്ടി കത്തിക്കുകയാണ് ചെയ്തത്. അസിസ്റ്റന്റ് കൺസർവേറ്റർ VB ഉദയസൂര്യൻ, കാറടുക്ക പഞ്ചായത്ത് പ്രസിഡന്റ് M. ജനനി, റേഞ്ച് ഓഫീസർ CB വിനോദ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാറടുക്ക. കാസർഗോഡ് IIPD സെന്റർ ആദ്യഘട്ടം ജൂണിൽ സമർപ്പിക്കും. തിരുവനന്തപുരം ഡിഫറന്റ് ആർട്ട് സെന്ററിന്റെ മാതൃകയെ ആസ്പദമാക്കി വിപുലീകരിച്ച സംവിധാനങ്ങളാണ് കാഞ്ഞങ്ങാട് മടിക്കയിൽ 22 ഏക്കർ സ്ഥലത്ത് ഒരുങ്ങുന്നത്. തിരുവനന്തപുരം ഡിഫറന്റ് ആർട്ട് സെന്ററിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാരുടെ സമഗ്ര വികസനത്തിനായി കാസർഗോഡ് ആരംഭിക്കുന്ന ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് സംരംഭത്തിന്റെ ആദ്യഘട്ടം ജൂണിൽ പൂർത്തിയാകും. ഏർലി ഇന്റർവെൻഷൻ സെന്റർ, തെറാപ്പി യൂണിറ്റുകൾ, കലാപരിശീലന സമുച്ചയം, ഓഫീസ് സംവിധാനങ്ങൾ എന്നിവയാണ് ആദ്യഘട്ടത്തിൽ പ്രവർത്തന സജ്ജമാകുന്നത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 23-നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതി പ്രകാശനം നടത്തിയത്. തുടർന്ന് ഊരാളുങ്കൽ സൊസൈറ്റിയുടെ മേൽനോട്ടത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. ഭിന്നശേഷി സൗഹൃദമായ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടത്തുക. കാസർഗോഡിന്റെ പ്രൗഢി വിളിച്ചോതുന്ന ബേക്കൽ കോട്ടയുടെ മാതൃകയിലാണ് കലാപരിശീലന സമുച്ചയം നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ
IIPD സന്ദർശകർക്ക് ഏറെ കൗതുകവും വിസ്മയകരവുമായ നിമിഷങ്ങൾ ഇവിടെ ആസ്വദിക്കുവാനും കഴിയും. തിരുവനന്തപുരം ഡിഫറൻറ്റ് ആർട്സ് സെന്ററിന്റെ മാതൃകയെ ആസ്പദമാക്കി വിപുലീകരിച്ച സംവിധാനങ്ങളാണ് കാഞ്ഞങ്ങാട് മടിക്കയിൽ 22 ഏക്കർ സ്ഥലത്ത് ഒരുങ്ങുന്നത്. അന്തർദേശീയ നിലവാരത്തിലുള്ള കലാകായിക പരിശീലന സംവിധാനങ്ങൾ, അത്യാധുനിക തെറാപ്പി സൗകര്യങ്ങൾ, പേഴ്സണലൈസ്ഡ് അസിസ്റ്റീവ് ഡിവൈസ് യൂണിറ്റുകൾ, തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ, മെഡിക്കൽ സൗകര്യങ്ങൾ, ട്രെയിനിംഗ് സെന്ററുകൾ എന്നിവയാണ് പദ്ധതിയുടെ ഭാഗമായി ഉണ്ടാവുക. ഇന്ത്യയിൽ ആദ്യമായാണ് ഇത്രയധികം വിഭാഗങ്ങൾ ഒരുമിച്ച് ചേരുന്ന സംരംഭം നടപ്പിലാക്കുന്നത്. എൻഡോസൾഫാൻ ദുരിതബാധിതരടക്കം സംസ്ഥാനത്തെയും ലോകത്തെവിടെയുമുള്ള ഭിന്നശേഷിക്കാർക്ക് ആശ്രയമാകുന്ന തരത്തിലാണ് സെന്റർ നിർമ്മിക്കുന്നത്. പദ്ധതി പൂർത്തിയാകുന്നതോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭിന്നശേഷിക്കാർക്കുള്ള സ്ഥാപനമായി IIPD മാറും. 120 കോടി രൂപയുടെ പദ്ധതിയാണ് ആസൂത്രണം ചെയ്യുന്നത്. 2029 പദ്ധതി പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകും. തിരുവനന്തപുരത്തെ ഡിഫറൻറ്റ് ആർട്സ് സെന്റർ മോഡലിന്റെ പ്രാധാന്യം കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിപ്പിക്കണമെന്ന് ഈ രംഗത്തെ പ്രമുഖരും വിദഗ്ധരും അഭിപ്രായപ്പെടുന്നു. ഇത്തരം സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് വിപുലമായ ക്രമീകരണങ്ങളോടെ കാസർഗോഡ് ജില്ലയിൽ പദ്ധതി ആരംഭിക്കുന്നതെന്ന് പദ്ധതി വിശദീകരണ യോഗത്തിൽ IIPDയുടെ മുഖ്യ സൂത്രധാരനും ഡിഫറൻറ്റ് ആർട്സ് സെന്റർ എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ഗോപിനാഥ് മുതുകാട് പറഞ്ഞു. പാർശ്വവൽക്കരിക്കപ്പെട്ട ഭിന്നശേഷി സമൂഹത്തെ മുഖ്യധാരയിലേക്ക് ഉയർത്തുന്നതിനും അവർക്കും സമൂഹത്തിൽ തുല്യമായ ഒരിടം ഉറപ്പുവരുത്തുന്നതിനുമായാണ് പദ്ധതി ഒരുക്കുന്നത്. ഇത്തരമൊരു വലിയ പദ്ധതിക്ക് സമൂഹത്തിന്റെ നാനാതുറയിൽ നിന്നും പിന്തുണയും സഹകരണവും ഉണ്ടാകണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. പറയാനുള്ളത്, ഇത് നമ്മുടെ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. ഇതൊരു ഗ്ലോബൽ മോഡൽ ആയിട്ട് കെട്ടിപ്പടുക്കാൻ പോകുന്നൊരു സൗധമാണ് ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് എന്ന് പറയുന്ന IIPD എന്ന് പറയുന്നത്. ഇത് മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ഇവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്നൊരു സംഭവമല്ല. നേരെ മറിച്ച് എൻഡോസൾഫാൻ ദുരിതബാധിതരടക്കമുള്ള ഭിന്നശേഷിക്കാർക്ക് ഒരു ഏറ്റവും വലിയ രീതിയിലേക്ക് അവരെ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സംരംഭമാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെയുള്ള മാതൃകകൾ നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യ ഘട്ടം കഴിഞ്ഞ സെപ്റ്റംബർ 8 തീയതിയാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ആരംഭിക്കുന്നത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 23 മുഖ്യമന്ത്രി ഇത് പ്രഖ്യാപിച്ചത്. ഇന്ന് ഫെബ്രുവരി 23. അപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ എങ്ങനെയാണിത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നൊരു മീഡിയ വിസിറ്റ് നടത്തിയിരിക്കുന്നത്. കൺസ്ട്രക്ഷൻ പല ഭാഗങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എൻ്റർടൈൻമെൻറ്റ് ഏരിയ ആയിട്ട് ബേക്കൽ ഫോർട്ട്, ഈ ഒരു പ്രദേശത്തിൻ്റെ തന്നെ ആ സൗന്ദര്യം വിളിച്ചോന്ന രീതിയിൽ ബേക്കൽ ഫോർട്ട്, അതിൻ്റെ മുകളിലായിരിക്കും പെർഫോമൻസ് നടക്കുന്നത്. നേരെ മറിച്ച് 2 വയസ്സ് മുതൽ 8 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള ഏർലി ഡിറ്റക്ഷൻ, ഏർലി ഇൻ്റർവെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ ആദ്യത്തെ 3 ബിൽഡിങ്ങിനകത്ത് നടക്കും. അതിനങ്ങോട്ട് റീഹാബിലിറ്റേഷൻ്റെ ഏരിയയാണ്. രണ്ടാമത്തെ ഫേസായിട്ടാണ് സ്പോർട്സ് സെൻറ്ററും മറ്റുള്ള കാര്യങ്ങളും വരുന്നത്. അങ്ങനെ 3 ഫേസുകളിലായിട്ട് വർക്ക് തീർക്കും. അപ്പോൾ നമ്മൾ ജൂൺ 1 കൂടിയിട്ട് നമുക്ക് മെയ് 31 കൂടി ഇതിന് വർക്ക് തീർത്തതിന് ശേഷം ആദ്യത്തെ ഫേസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളെ എടുത്തു തുടങ്ങാൻ സാധിക്കും. അപ്പോൾ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏത് രീതിയിൽ അത്രമാത്രം സയൻറ്റിഫിക് ആയിട്ട് തന്നെ കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത്. 121 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റാണ് മൊത്തമായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഞാൻ പല രാജ്യങ്ങളിൽ പെർഫോം ചെയ്ത് അതിലൂടെയും CSR ഫണ്ടുമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരുപാട് ആളുകളുടെ സഹായത്തോടു കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിലവിലുള്ള സാഹചര്യം ഈ സാമ്പത്തികം സ്വരൂപിക്കുന്നതിന് അനുകൂലമാണ്. നല്ല ബുദ്ധിമുട്ടുണ്ട്. നല്ല ബുദ്ധിമുട്ടുണ്ട്. അലഞ്ഞു നടക്കുകയാണ് അതിന് വേണ്ടിയിട്ട്. അത് പല രാജ്യങ്ങളിൽ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ആയുധം എന്ന് പറയുന്നത് മാജിക് മാത്രമാണല്ലോ. അതുകൊണ്ട് ഞാൻ മാജിക്കും മ്യൂസിക്കും മോട്ടിവേഷൻ ചേർത്ത് ഇതിനു വേണ്ടി മാത്രം ഒരു ഷോ സെറ്റ് ചെയ്തതാണ്. അതിനകത്ത് 1 രൂപ പോലും ഞാൻ പ്രതിഫലം മേടിക്കുന്നില്ല. നേരെ മറിച്ച് എന്താണോ അതിനകത്ത് കിട്ടുന്നത് അത് മുഴുവൻ ഇതിനകത്തേക്ക് മാത്രം മാറ്റിവെച്ചുകൊണ്ടിരിക്കുകയാണ്. യോഗത്തിൽ IIPD ഡയറക്ടർ മിനു, DAC ഇന്റർവെൻഷൻ ഡയറക്ടർ ഡോക്ടർ അനിൽകുമാർ നായർ, CFO അശ്വതി നിശാന്ത്, പോൾ കറുകപ്പള്ളിൽ, പ്രശാന്തൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കർഷക കൂട്ടായ്മയോടും കർഷകരെ ആദരിക്കലോടും കൂടി അരവത്ത് പൂവാണംകുഴി ക്ഷേത്ര ബ്രഹ്മകലശം 2ാം നാളിൽ കർഷക സംഗമം സംഘടിപ്പിച്ചു. കർഷക സംഗമം കേരള പൂരക്കളി അക്കാദമി ചെയർമാൻ K. കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. കർഷക കൂട്ടായ്മയോടും കർഷകരെ ആദരിക്കലോടും കൂടി അരവത്ത് പൂവാണംകുഴി ക്ഷേത്ര ബ്രഹ്മകലശം 2ാം നാളിൽ കർഷക സംഗമം സംഘടിപ്പിച്ചു. കർഷക സംഗമം കേരള പൂരക്കളി അക്കാദമി ചെയർമാൻ K. കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. ഇന്നൊരു ദിവസം രണ്ടാമത്തെ പരിപാടി എന്ന രീതിയിൽ കൃഷിക്കാരെ ആദരിക്കലും കൃഷിയെ സംബന്ധിച്ചൊരു ചർച്ചയുമാവാം എന്നതിന് ബന്ധപ്പെട്ട ഭാരവാഹികൾ തീരുമാനിച്ചിട്ടാണ് നമ്മളിങ്ങനെ ഇവിടെ ഒത്തുകൂടാൻ ഉണ്ടായ കാരണം. നമ്മുടെ നാട്ടിലെ കൃഷി എന്ന് പറയുന്നത് നാട്ടുപ്രദേശത്തിലെ വിശ്വാസ പ്രമാണമനുസരിച്ച് പ്രവർത്തിച്ചു വരുന്ന ക്ഷേത്രങ്ങളും നമ്മുടെ തറവാടുകൾ,
അനുബന്ധ തരത്തിലുള്ള മറ്റ് പല സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതെല്ലാം നിലനിന്ന് വരുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഘടകം കൃഷിയെ ആശ്രയിച്ചിട്ടാണ്. വർക്കിംഗ് ചെയർമാൻ കുഞ്ഞിരാമൻ കേളോത്ത് അധ്യക്ഷത വഹിച്ചു. സെമിനാറിൽ പരിസ്ഥിതി പ്രവർത്തകൻ രവീന്ദ്രൻ കൊടക്കാട് വിഷയം അവതരിപ്പിച്ചു. കൃഷി ഓഫീസർ ജലേഷൻ മോഡറേറ്ററായിരുന്നു. കണ്ണാലയും നാരായണൻ, ബാലകൃഷ്ണൻ കമ്പിക്കാനം, ജയപ്രകാശ് കുതിരക്കോട്, വി കൃഷ്ണൻ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. കൃഷ്ണൻ വളപ്പിൽ, മോഹനൻ മഠത്തിൽ, ഉഷ നരിമാടക്കൽ, അംബിക കാലിച്ചാമരം എന്നിവർ സംസാരിച്ചു. പബ്ലിസിറ്റി ചെയർമാൻ സതീശൻ പതിക്കാൽ സ്വാഗതവും മണികണ്ഠൻ നരിമാടിക്കൽ നന്ദിയും പറഞ്ഞു. മാധവി ആലക്കോട്, CV ഗോവിന്ദൻ, ദാമോദരൻ കീക്കാനം, കൃഷ്ണൻ അമ്പങ്ങാട്, ബാലൻ കുന്നുപാറ, അശോകൻ അരവത്ത്, തമ്പായി കുതിരക്കോട്, ലക്ഷ്മി മട്ടെ, കുഞ്ഞിക്കണ്ണൻ അരവത്ത്, കൃഷ്ണൻ കാനത്തിൽ, വേലായുധൻ വള്ളിയാലുക്കൽ, രാജൻ കുന്നത്ത് എന്നീ കർഷകരെ ആദരിച്ചു. തുടർന്ന് സുബ്രഹ്മണ്യ ക്ഷേത്ര ഭജന സമിതിയുടെ ഭജന, വിവിധ കലാപരിപാടികൾ എന്നിവയും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നെരോത്ത് ശ്രീ പെരട്ടൂർ കോലോം ഭഗവതി ക്ഷേത്രം പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം പെരട്ടൂർ ചന്ദ്രൻ മൂത്തായരുടെ അധ്യക്ഷതയിൽ കോടമ്പള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നെരോത്ത് ശ്രീ പെരട്ടൂർ കോലോം ഭഗവതി ക്ഷേത്രം പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം പെരട്ടൂർ ചന്ദ്രൻ മൂത്തായരുടെ അധ്യക്ഷതയിൽ കോടമ്പള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ നേരോത്ത് പെരട്ടൂർ കോലോം തറവാടിന്റെ നവീകരണ ബ്രഹ്മകലശ മഹോത്സവത്തിന്റെ ഭാഗമായുള്ള സംഘാടക സമിതി രൂപീകരണ യോഗമാണ് നടക്കുന്നത്. ഏറെ സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് നമ്മളെല്ലാവരും ഒത്തുചേർന്നത്. ഒരുപക്ഷെ പലയിടങ്ങളിലും ഇത്തരം നവീകരണ ബ്രഹ്മകലശ മഹോത്സവങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ സംഘാടക സമിതി രൂപീകരണം ചേരുമ്പോൾ അതിന്റെ നിർമ്മാണ പ്രവർത്തികൾ ഉൾപ്പെടെ ആ ഘട്ടത്തിലാണ് ആലോചനയിൽ വരിക. PV ശശി അട്ടക്കണ്ടം സ്വാഗതം പറഞ്ഞു. വാർഡ് മെമ്പർ TV ലതിക, ഭൂപേഷ്, സജിത, ശ്രീകുമാർ, മെമ്പർ ലത, റിട്ടയർഡ് IG ദാമോദരൻ P, കൊട്ടോടി ഗോവിന്ദൻ മാസ്റ്റർ, ശങ്കരൻ നമ്പൂതിരി, സുബ്രഹ്മണ്യൻ നമ്പൂതിരി, വിശ്വനാഥൻ മലയാക്കോൾ, പുലിക്കോടൻ കുഞ്ഞികൃഷ്ണൻ, രവീന്ദ്രൻ നായർ, ലോഹിതാക്ഷൻ നായർ, ഗോപാലകൃഷ്ണൻ മുണ്ട്യാനം, ബാബു മാണിയൂർ, PV രാഘവൻ, വിവിധ ക്ഷേത്ര ഭാരവാഹികൾ, തറവാട് ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി ആഘോഷ കമ്മിറ്റി ചെയർമാനായി കരിമ്പിൽ കൃഷ്ണയെയും ജനറൽ കൺവീനറായി PV ശശിധരൻ അട്ടക്കണ്ടത്തിനെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ശരീരത്തിന്റെ നഗ്നതയും അശ്ലീലവും രണ്ടാണെന്ന് സ്ഥാപിക്കുകയും പാരമ്പര്യ സദാചാര സങ്കല്പങ്ങളെ തച്ചുടയ്ക്കുകയും ചെയ്ത അതുല്യ പ്രതിഭയാണ് കാനായി എന്ന് എഴുത്തുകാരനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചെയർമാനുമായ K ജയകുമാർ പറഞ്ഞു. പുല്ലൂരിൽ അഡ്വക്കേറ്റ് P കൃഷ്ണൻ നായർ സ്മാരക ഗ്രന്ഥാലയം നടത്തിയ ഒരേ ഒരു കാനായി ചടങ്ങിൽ R ജയകുമാർ പുരസ്കാരം ശില്പി കാനായി കുഞ്ഞിരാമന് സമ്മാനിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു. ശരീരത്തിന്റെ നഗ്നതയും അശ്ലീലവും രണ്ടാണെന്ന് സ്ഥാപിക്കുകയും പാരമ്പര്യ സദാചാര സങ്കല്പങ്ങളെ തച്ചുടക്കുകയും ചെയ്ത അതുല്യ പ്രതിഭയാണ് കാനായി എന്ന് എഴുത്തുകാരനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചെയർമാനുമായ K ജയകുമാർ പറഞ്ഞു. പുല്ലൂരിൽ അഡ്വക്കേറ്റ് P കൃഷ്ണൻ നായർ സ്മാരക ഗ്രന്ഥാലയം നടത്തിയ ഒരേ ഒരു കാനായി ചടങ്ങിൽ R ജയകുമാർ പുരസ്കാരം ശില്പി കാനായി കുഞ്ഞിരാമന് സമ്മാനിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു. ഒരു ശില്പിയാവുക, കാനായിയെ പോലൊരു ശില്പിയാവുക, കേരളം മുഴുവൻ ഇത്രയും ഉദാത്തമായിട്ടുള്ള ശില്പങ്ങൾ കൊണ്ടൊരു പുതിയ ശില്പ സംസ്കാരം നമുക്ക് ഉണ്ടാക്കി തരിക എന്ന ഒരു ദൗത്യം നിറവേറ്റിയിരിക്കുന്ന ശ്രീ കാനായി കുഞ്ഞിരാമനെ, അദ്ദേഹത്തിന് സമാനനായ ഒരു വ്യക്തിത്വം, ഒരേ ഒരു കാനായി എന്ന് പറയുന്ന ശീർഷകം ഏറ്റവും ഉത്തമം. കാരണം അതിനപ്പുറത്തേക്കൊന്നും പറയാനില്ല. കാരണം ഒരേ ഒരു കാനായി മാത്രമേ നമുക്കുള്ളൂ. അത് ഈ മണ്ണ് ആഗ്രഹിച്ചതാണ്. ഈ മണ്ണിൽ നിന്ന്, ഈ ഉർവരമായിട്ടുള്ള മണ്ണിൽ നിന്ന് എൻ്റെ ഉർവരത മുഴുവൻ ഞാനിതാ നിനക്ക് തന്നിരിക്കുന്നു എന്ന് മലബാറിലെ മണ്ണ് അനുഗ്രഹിച്ചിട്ടാണ് കാനായിയെപ്പോലൊരു ശില്പി നമുക്കുണ്ടായിരിക്കുന്നത്. ഈ മണ്ണിൻ്റെ ഉർവരത മുഴുവൻ ആ കൈകളിൽ ത്രസിക്കട്ടെ, ഇനിയും ത്രസിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അനുഗ്രഹീത നിമിഷത്തിൽ അദ്ദേഹം പിറന്ന മണ്ണിൻ്റെ ഈ ആദരം കൊടുക്കാൻ തിരുവനന്തപുരത്ത് നിന്ന് എന്നെ നിങ്ങൾ വിളിച്ചതിൽ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം. കാനായിയുമായിട്ട് വളരെ കാലത്തെ സൗഹൃദം കാത്തുസൂക്ഷിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് വേളി ടൂറിസ്റ്റ് വില്ലേജിൽ ഞാനും അദ്ദേഹവുമായിട്ട് ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട്. സംഘാടക സമിതി ചെയർമാൻ P പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ തിരുവനന്തപുരം ഫൈൻ ആർട്ട് കോളേജ് അലുമിനി അസോസിയേഷനും കാനായിയെ ആദരിച്ചു.
ചിത്രകാർ കേരളയുടെ നേതൃത്വത്തിൽ ചിത്രാതരം ഒരുക്കി ആദരിച്ചു. ചലച്ചിത്ര സംവിധായകരായ രാജീവ് അഞ്ചൽ, നേമം പുഷ്പരാജ്, രാജു ഭദ്രൻ, ചിത്രകാരൻ രാജേന്ദ്രൻ പുല്ലൂർ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പി വേണുഗോപാലൻ, ബിന്ദു ജയകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നാരായണൻ മാടിക്കാൽ, വാർഡ് അംഗം കെ ബിന്ദു, താലൂക്ക് യൂണിയൻ അംഗം രാജൻ വിഷ്ണുമംഗലം, സംഘാടക സമിതി ജനറൽ കൺവീനർ അനിൽ പുളിക്കാൽ എന്നിവർ സംസാരിച്ചു. വനിതാ വേദി പ്രസിഡന്റ് ശ്യാമള ടീച്ചർ നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ഒരേ ഒരു കാനായി ആദരച്ചടങ്ങിന് മുൻപ് ചലച്ചിത്ര സംവിധായകൻ നേമം പുഷ്പരാജ് ഒരുക്കിയ കാനായിയുടെ കല എന്ന ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചു. മുൻ ക്യാപ്റ്റൻ വി കൃഷ്ണൻ, ഡോക്ടർ കെ കൃഷ്ണേന്ദു എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. കെ ജയകുമാറിന്റെ എഴുത്തും ജീവിതവും ആസ്പദമാക്കി പ്രഭ അജാനൂർ നയിച്ച സ്നേഹ സംഭാഷണവും നടന്നു. തുടർന്ന് കലാസായാഹ്നവും അരങ്ങേറി. മടക്കി ആലമ്പാടി നന്ദപുരം ശ്രീ ഗോപാലകൃഷ്ണ ക്ഷേത്രത്തിൽ നടന്നുവന്ന കളിയാട്ട മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനമായി. വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. മടക്കി ആലമ്പാടി നന്ദപുരം ശ്രീ ഗോപാലകൃഷ്ണ ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനമായി. മഹോത്സവത്തിന്റെ സമാപന ദിവസം പൊട്ടൻ ദൈവം, ചാമുണ്ടിയമ്മ, ഗുളികൻ, വിഷ്ണുമൂർത്തി എന്നീ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. നിരവധി ഭക്തജനങ്ങളാണ് കളിയാട്ട മഹോത്സവം ദർശിക്കുവാനായി എത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പെരിയ കുഞ്ഞിവളപ്പ് തറവാട് പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിനൊടുവിൽ വയനാട്ടുകുലവൻ തേംകെട്ട് മഹോത്സവത്തിനൊരുങ്ങി. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. പെരിയ കുഞ്ഞിവളപ്പ് തറവാട് ശ്രീ വയനാട്ടുകുലവൻ തേംകെട്ട് മഹോത്സവം ഫെബ്രുവരി 27 മുതൽ മാർച്ച് 1 വരെ തീയതികളായി നടക്കും. 27 രാവിലെ 10:49 കലവറ നിറയ്ക്കൽ, ഉച്ചയ്ക്ക് 12 മണിക്ക് അന്നദാനം, വൈകിട്ട് 7 മണിക്ക് കൈവീത, തുടർന്ന് ശ്രീ വയനാട്ടുകുലവൻ തെയ്യം കൂടൽ തോറ്റം, തുടർന്ന് തറവാട് തെയ്യം കൂടൽ, വിഷ്ണുമൂർത്തി, പൊട്ടൻ തെയ്യം, പന്നിക്കുളത്ത് ചാമുണ്ടി തോറ്റങ്ങളും ഉണ്ടാകും. 28 പുലർച്ചെ പൊട്ടൻ തെയ്യം, പന്നിക്കുളത്ത് ചാമുണ്ടി, രാവിലെ 11 മണിക്ക് വിഷ്ണുമൂർത്തി, വൈകിട്ട് 4 മണിക്ക് കാർന്നോൻ തെയ്യത്തിന്റെ വെള്ളാട്ടം, 6 മണിക്ക് കോരച്ചൻ തെയ്യത്തിന്റെ വെള്ളാട്ടം, രാത്രി 9 മണിക്ക് ശ്രീ കണ്ടനാർ കേളൻ തെയ്യത്തിന്റെ വെള്ളാട്ടവും പപ്പിടൽ ചടങ്ങും നടക്കും. 11 ശ്രീ വിഷ്ണുമൂർത്തിയുടെ തോറ്റം, 12 ശ്രീ വയനാട്ടുകുലവൻ തെയ്യത്തിന്റെ വെള്ളാട്ടം, മാർച്ച് 1 രാവിലെ 9 മണിക്ക് കാർന്നോൻ തെയ്യം, 10 കോരച്ചൻ തെയ്യം, 11 ശ്രീ കണ്ടനാർ കേളൻ തെയ്യം, ഉച്ചയ്ക്ക് 12 ശേഷം അന്നദാനം, വൈകിട്ട് 3 മണിക്ക് ശ്രീ വയനാട്ടുകുലവൻ തെയ്യത്തിന്റെ പുറപ്പാടും ചൂട്ടപ്പിക്കൽ ചടങ്ങും, തുടർന്ന് വിഷ്ണുമൂർത്തിയുടെ പുറപ്പാട്, പെരിയ തറവാട്ടിലേക്ക് തെയ്യങ്ങളുടെ എഴുന്നള്ളത്തും തിരിച്ചെഴുന്നള്ളത്തും, രാത്രി 10 മണിക്ക് മറപിളർക്കൽ, തുടർന്ന് കൈവീത ചടങ്ങോടെ ഉത്സവം സമാപിക്കും. ഈ പ്രസ് ക്ലബിൽ വെച്ചിട്ടും പ്രസ് ഫോറത്തിൽ വെച്ചിട്ടും മാധ്യമ സമ്മേളനം വിളിക്കുന്നതിന് പകരം ഇവിടെ നേരിട്ട് വിളിച്ചത് ഈ ഉത്സവാഘോഷ പരിപാടികളുടെ ഒരുക്കങ്ങൾ നിങ്ങൾ നേരിട്ട് ബോധ്യപ്പെടുത്തണം എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞത്, ഇപ്പോൾ പെരുങ്കളിയാട്ടത്തിന് നമ്മൾ പത്രങ്ങൾ കൊടുക്കുന്ന ഒരു സ്പേസും അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻസും ഉണ്ട്. ആ ഒരു പ്രാധാന്യം ശ്രീ വയനാട്ടുകുലവൻ ദൈവംകെട്ട് മഹോത്സവത്തിന് കൊടുക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം ഈ തറവാട് നിലവിൽ വന്നതിന് ശേഷം ഇത് ആദ്യമായിട്ടാണ് ശ്രീ വയനാട്ടുകുലവൻ ദൈവംകെട്ട് മഹോത്സവം നടക്കുന്നത്. രണ്ടാമത്തെ ഈ ദൈവംകെട്ട് മഹോത്സവത്തിന്റെ പ്രത്യേകത, ഉത്തര മലബാർ തീയ സമുദായ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ അധീനതയിൽ വരുന്ന പെരിയ ശ്രീ പുലിഭൂത ദേവസ്ഥാനത്തെ ദൈവംകെട്ട് മഹോത്സവം എന്നുള്ളതാണ്. അതിനേക്കാളും ഇത്രയധികം ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ പെരിയ ശ്രീ പുലിഭൂത ദേവസ്ഥാനത്തിലെ പ്രധാന കർമ്മി ശ്രീ കോരൻ കാരണവരുടെ തറവാട് കൂടിയാണ് കുഞ്ഞുവളപ്പ് തറവാട്. ചെയർമാൻ രാജൻ പെരിയ, വർക്കിംഗ് ചെയർമാൻ രവീന്ദ്രൻ നായർ പെരിയ,
ജനറൽ കൺവീനർ സത്യൻ മഠത്തിൽ, ട്രഷറർ ഭരത്രാജ് വള്ളിയോട്ട്, വൈസ് ചെയർമാൻ ബാലകൃഷ്ണൻ പെരിയ, തറവാട് കാരണവർ കോരൻ കാരണവർ, പബ്ലിസിറ്റി ചെയർമാൻ പുരുഷോത്തമൻ ചാണവളപ്പ്, ശ്രീധരൻ നിടുവോട്ട്, ലക്ഷ്മി രവീന്ദ്രൻ, ധന്യ ജയചന്ദ്രൻ, TV ഭരതൻ, കുമാരൻ, അനന്തൻ തായത്ത്, ചന്ദ്രൻ മഞ്ഞട്ട, കുഞ്ഞിരാമൻ ആയംപാറ, പുരുഷോത്തമൻ കല്യോട്ട്, നാരായണൻ നാലേക്ര, സുനിൽ പതിക്കാൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കായലടുക്കം നാടായ്മിന്ന തറവാട് ശ്രീ കരിഞ്ചാമുണ്ടിയമ്മ ദേവസ്ഥാനം പുനഃപ്രതിഷ്ഠാ കളിയാട്ട മഹോത്സവം 2026 ഫെബ്രുവരി 26, 27, 28 വ്യാഴം, വെള്ളി, ശനി എന്നീ ദിവസങ്ങളിലായി നടക്കും. കായലടുക്കം നാടായ്മിന്ന തറവാട് ശ്രീ കരിഞ്ചാമുണ്ടിയമ്മ ദേവസ്ഥാനം പുനഃപ്രതിഷ്ഠാ കളിയാട്ട മഹോത്സവം ഫെബ്രുവരി 26 മുതൽ 28 വരെ തീയതികളിലായാണ് നടക്കുന്നത്. 26-ന് വേട്ടുവങ്ങാനം അമ്പലക്കം തറവാട് ദേവസ്ഥാനത്ത് നിന്നും കലവറ നിറയ്ക്കൽ ഘോഷയാത്ര പുറപ്പെടും. 27-ന് ഗണപതി ഹോമം പ്രതിഷ്ഠ. വൈകുന്നേരം 6:30-ന് തെയ്യം തുടങ്ങൽ, കരിഞ്ചാമുണ്ടിയമ്മയുടെ കൊടിയില പിടിക്കൽ, തുടർന്ന് വിഷ്ണുമൂർത്തി രക്തചാമുണ്ടി തെയ്യങ്ങളുടെ കൊടിയില പിടിക്കൽ. വൈകുന്നേരം 7 മണിക്ക് അജ്ജൻ ഗുരുദൈവം, തുടർന്ന് കാപ്പാളത്തി. 8 മണിക്ക് ബീരൻ തെയ്യം അരങ്ങിലെത്തും. തുടർന്ന് പഞ്ചുരുളി തെയ്യത്തിന്റെ തുടങ്ങൽ. ശ്രീ പ്രഭാകരൻ നായർ ചെയർമാനും അതുപോലെ തന്നെ വി നാരായണൻ പയമ്പ് കൺവീനറും ശ്രീ കരുണാകരൻ ആളാടി വൈസ് ചെയർമാൻ, അതുപോലെ പബ്ലിസിറ്റി ചെയർമാനായി ഇതിൻ്റെ KC മോഹനൻ, പിന്നെ കൺവീനറായി ജിജോ മോൻ KC തുടങ്ങിയ പ്രധാനപ്പെട്ട കമ്മിറ്റികളും അതോടൊപ്പം തന്നെ വിവിധ സബ് കമ്മിറ്റികളും. തുടർന്ന് വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തും. 28-ന് പിലിച്ചാമുണ്ടി തെയ്യത്തിന്റെ പുറപ്പാട്, കല്ലുരുട്ടി തെയ്യത്തിന്റെ പുറപ്പാട്, ഉഗ്രസ്വരൂപിണി ശ്രീ കരിഞ്ചാമുണ്ടിയമ്മയുടെ പുറപ്പാട്, അണങ്ങിനി അകത്തുകൊള്ളൽ, കുടുംബതെയ്യത്തിന്റെ പുറപ്പാട്, രക്തചാമുണ്ടിയുടെ പുറപ്പാട്, ആട്ടക്കാരത്തി, വിഷ്ണുമൂർത്തി, കുഞ്ഞിക്കോരൻ തെയ്യം എന്നീ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിയും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താസമ്മേളനത്തിൽ ചെയർമാൻ പ്രഭാകരൻ നായർ, കൺവീനർ വി നാരായണൻ വായമ്പ്, വൈസ് ചെയർമാൻ കരുണാകരൻ എലടി, ജോയിന്റ് കൺവീനർ ബാലചന്ദ്രൻ K വയമ്പ്, ട്രഷറർ ചന്ദ്രൻ K കായലടുക്കം, പബ്ലിസിറ്റി ചെയർമാൻ KC മോഹനൻ മോയലം, പബ്ലിസിറ്റി കൺവീനർ ജിജോ മോൻ KC എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നിലാങ്കര കുതിരക്കാളി ഭഗവതി ക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവവും ലക്ഷദ്വീപ സമർപ്പണവും 25-ന് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നിലാങ്കര കുതിരക്കാളി ഭഗവതി ക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവവും ലക്ഷദ്വീപ സമർപ്പണവും 25-ന് നടക്കുമെന്ന് ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തുടർന്ന് ഉച്ചയ്ക്ക് 12 മണി മുതൽ ഭക്തജനങ്ങൾക്ക് അന്നപ്രസാദം തരും. വൈകുന്നേരം 6 ആദ്യ ദീപത്തെളി, തുടർന്ന് വിവിധ ക്ഷേത്രങ്ങളിലെ ക്ഷേത്ര കാരികന്മാർ ദീപത്തെളിക്കുണ്ടാവും. ദീപത്തെളി ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ 1 ലക്ഷം ദീപത്തെളി ലക്ഷദ്വീപ സമർപ്പണത്തിന്റെ ഭാഗമായി ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ പബ്ലിസിറ്റി കമ്മിറ്റിയുടെ മേൽനോട്ടത്തിൽ വിവിധ കായിക പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. രാവിലെ 6 മണിക്ക് നട തുറക്കൽ, തുടർന്ന് ക്ഷേത്രം തന്ത്രി കക്കാട്ടിലത്തിൽ നാരായണ പട്ടേരിയുടെ നേതൃത്വത്തിൽ ഗണപതി ഹോമം, പ്രതിഷ്ഠാദിന വിശേഷാൽ പൂജകൾ, ഉച്ചയ്ക്ക് 12 മണി മുതൽ അന്നദാനം, വൈകിട്ട് 6 മണിക്ക് ദീപാരാധന, 6:30-ന് ലക്ഷദ്വീപ സമർപ്പണം. ക്ഷേത്രത്തിലെ പൂരമഹോത്സവം മാർച്ച് 27 മുതൽ 31 വരെ തീയതികളിലായി നടക്കും. 27-ന് രാവിലെ 10 മണിക്ക് ദീപവും തിരിയും കൊണ്ടുവരൽ, വൈകിട്ട് 6:30-ന് പൂരക്കാഴ്ച, തുടർന്ന് എഴുന്നള്ളത്ത്. 28-ന് പുതുക്കൈ എടയാട്ട് ഭഗവതി ക്ഷേത്രത്തിലേക്ക് മറത്തുകളി കൊണ്ടുപോകൽ, 29-ന് 3-ാം പൂരം എഴുന്നള്ളത്ത്, 30-ന് രാവിലെ 10 മണി മുതൽ സുകുമാരൻ പണിക്കർ നിലാങ്കര, തമ്പാൻ പണിക്കർ പുതുക്കൈ തമ്മിലുള്ള മറത്തുകളി. ജനങ്ങളെ ആകെ ഒരു ക്ഷേത്രത്തിലേക്ക് എത്തിക്കുക, ആ രീതിയിലൊരു കൂട്ടായ്മ സൃഷ്ടിക്കുക എന്നാണ് ലക്ഷ്യത്തിനപ്പുറം ഇതിൻ്റെ ഉദ്ദേശ്യം. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ സംരംഭമാണ്. ആയിരക്കണക്കിന് ആളുകൾ ഇതിൽ സംബന്ധിക്കും, നമ്മുടെ നാട്ടിൽ നിന്നുള്ള സ്ഥലങ്ങളിലായിട്ട്. അപ്പം അതിൻ്റെ വിജയം ദൈവികമായ ആരാധന, അതിൽ ദീപത്തെ മുൻനിർത്തി ദേവതാത്മാ സദീപ എന്ന് പറഞ്ഞ പോലെ ദേവന്മാരുടെ ആത്മാവാണ് ദീപം എന്നതുകൊണ്ട് ആ ദൈവത്തിൻ്റെ പ്രീതി
സമ്പാദിക്കുക ലക്ഷദീപസമർപ്പണത്തിൻ്റെ പേരിലുള്ള ആധ്യാത്മികമായ വികാരം. 31-ന് പൂരംകുളി വിശേഷാൽ പൂജയ്ക്ക് ശേഷം വൈകിട്ട് 3 മണിക്ക് തുലാഭാരം, തുടർന്ന് പൂരക്കളി. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ആഘോഷ കമ്മിറ്റി ചെയർമാൻ കോവൽ ദാമോദരൻ, ജനറൽ കൺവീനർ കൃഷ്ണൻ പരങ്കാവ്, ട്രഷറർ ഗംഗാധരൻ കോവൽ, ക്ഷേത്രം പ്രസിഡന്റ് സുന്ദരൻ കുറുന്തൂർ, സെക്രട്ടറി സുമേഷ് കോവൽ സ്റ്റോർ, സാമ്പത്തിക കമ്മിറ്റി ചെയർമാൻ പവിത്രൻ ഞാണിക്കടവ്, രക്ഷാധികാരിമാരായ പി ദാമോദര പണിക്കർ, എം കുഞ്ഞമ്പാടി, കൺവീനർ സുരേന്ദ്രൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മോഷണക്കുറ്റം ആരോപിച്ചതിൽ മനം നൊന്ത നാൽത്തടുക്ക സ്വദേശിനി നബീസത്ത് ജസീല ജീവനൊടുക്കിയ സംഭവത്തിൽ ചികിത്സിച്ച ഡോക്ടർ, സുഹൃത്തുക്കൾ ഉൾപ്പെടെ 30ഓളം പേരെ പോലീസ് സംഘം ചോദ്യം ചെയ്തു. വിദ്യാനഗർ ഇൻസ്പെക്ടർ KP ഷൈൻകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. കറടുക്ക പെരിയടുക്കയിൽ കിണറ്റിൽ വീണ് ചത്തത് 3 വയസ്സുള്ള പെൺപുലി. പുലിയുടെ ജഡം വനം വകുപ്പ് വെറ്റിനറി സർജന്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തി സംസ്കരിച്ചു. കാസർഗോഡ് IIPD സെന്റർ ആദ്യഘട്ടം ജൂണിൽ സമർപ്പിക്കും. തിരുവനന്തപുരം ഡിഫറന്റ് ആർട്ട് സെന്ററിന്റെ മാതൃകയെ ആസ്പദമാക്കി വിപുലീകരിച്ച സംവിധാനങ്ങളാണ് കാഞ്ഞങ്ങാട് മടിക്കയിൽ 22 ഏക്കർ സ്ഥലത്ത് ഒരുങ്ങുന്നത്. KCB പെൻഷനേഴ്സ് കൂട്ടായ്മ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി വൈദ്യുതി ഭവന് മുന്നിൽ ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചു. കർഷക കൂട്ടായ്മയോടും കർഷകരെ ആദരിക്കലോടും കൂടി അരവത്ത് പൂവാണം കുഴി ക്ഷേത്ര ബ്രഹ്മകലശം 2ാം നാളിൽ കർഷക സംഗമം സംഘടിപ്പിച്ചു. കർഷക സംഗമം കേരള പൂരക്കളി അക്കാദമി ചെയർമാൻ K. കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. വസ്ത്രവ്യാപാര രംഗത്ത് പാരമ്പര്യത്തിന്റെ പകിട്ടിൽ തിളങ്ങി നിൽക്കുന്ന ശോഭിക വെഡിങ്സിന്റെ ഹബീബി കം ടു ശോഭിക എന്ന ഈദ് ക്യാമ്പയിന്റെ ലോഗോ ലോഞ്ച് നടന്നു. പൂഴിമണലിൽ ഒരുക്കിയ കളിക്കളത്തിൽ കാൽപന്തുകളി ടൂർണമെന്റിന്റെ കലാശപ്പോരിൽ ബീച്ച് സെവൻസിന്റെ വീറും വാശിയും നിറഞ്ഞതായി. ഒരു ഗോളിന്റെ ലീഡിലാണ് സൂപ്പർ സോക്കർ ബീച്ചാരക്കടവ് ടീം കിരീടം നേടിയത്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.